ചില സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്നമാകാറുണ്ട് ആ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന രീതികൾ, അല്ലേ? ഒരിക്കൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഒരു ലേഡി ഭക്ഷണം കഴിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു പാറ്റ വന്ന് ആ ലേഡിയുടെ ദേഹത്ത് വന്നിരിക്കുന്നു. ഇത് കണ്ട ലേഡി പെട്ടെന്ന് കൂകി വിളിച്ച് അലറി ആ പാറ്റയെ തട്ടി മാറ്റുന്നു. റെസ്റ്റോറൻറ്റിൽ മൊത്തം ബഹളമാകുന്നു. നേരെ ആ പാറ്റ പോയത് തൊട്ടപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മറ്റൊരു സ്ത്രീയുടെ ദേഹത്തേക്കാണ്. ആ ലേഡിയും ഇത് കണ്ട ഉടൻ തന്നെ അതിലേറെ ഉച്ചത്തിൽ കൂകി വിളിക്കുകയും ആ റെസ്റ്റോറൻറ്റിൽ മൊത്തം ബഹളമാവുകയും ചെയ്യുന്നു. അത് കണ്ട് ആ നാട്ടുകാരും അവിടെയുള്ള ആളുകളും അതുപോലെ റെസ്റ്റോറൻറ്റിനകത്തും പുറത്തുള്ള ആളുകളൊക്കെ ഓടിക്കൂടുന്നു എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട്. പെട്ടെന്നാണ് ഇത് കണ്ട വെയിറ്റർ, ഭക്ഷണം കൊണ്ടുവരുന്ന വെയിറ്റർ ഇത് കണ്ട ഉടനെ ഓടി വരുന്നത്. ഓടി വന്ന ഉടനെ തന്നെ ആ പാറ്റ നേരെ അയാളുടെ ദേഹത്തേക്ക്, അയാളുടെ ഡ്രസ്സിൽ വന്നിരിക്കുന്നു. അയാൾ വളരെ കൂളായി ആ പാറ്റയെ നിരീക്ഷിക്കുന്നു. ആ പാറ്റയെ പതുക്കെ എടുത്ത് പുറത്ത് കൊണ്ട് കയറുന്നു. ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഇത്രയും ചെറിയ ഒരു നിസ്സാരമായ പാറ്റയുടെ പ്രശ്നം പോലും അത് കൈകാര്യം ചെയ്യുന്നിടത്തുള്ള ഒരു മാറ്റം നോക്കൂ. 3 ആളുകൾ 3 രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്തത്, അല്ലേ? അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്താൽ വളരെ നിസ്സാരമായി തീർക്കാവുന്ന പ്രശ്നങ്ങളെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വളരെ കൂളായി തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ.